എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 88-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ദ്വാദശകാന്ഡം. വഞ്ചിപ്പാട്ട് രീതി. കരിമലഗിരിവാസൻ കരുണ ശ്രീകോവിൽ നാഥൻ ത്രിഭുവന സുഭഗനാം ശബരിനാഥൻ ഒരു തരമടിയേനിൽ കൃപയേറിയതു മൂലം ഫലമായി ലഭിച്ചുതേ മഹാമന്ത്രവും. സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രത്തിനെ ഊണിലും ഉറക്കത്തിലും ചൊല്ലുന്ന മൂലം ഭഗവാന്റെ പദതാരിൽ മനമേറ്റി വസിക്കുവാൻ പരമേശൻ കനിഞ്ഞതും പരമഭാഗ്യം. പരിതാപം കുറയ്ക്കണേ ഭഗവാനെ എന്നോതുമ്പോൾ കഠിനമായി പരീക്ഷകൾ തരുന്ന നാഥൻ. പിരിയാതെ ഭഗവാനെ മനമേറ്റിടുമോ എന്ന് പലതാകും വഴികളിൽ നോക്കിയിടും നാഥൻ. കലികാലത്തിലെ മഹാമലഭാരം ചുമക്കുന്നോർക്കകതാരിൽ സുഖമേകാൻ നിനച്ചു ചെമ്മേ. ഭവഭയദുരിതത്തൗ കര കാണാതുഴലുന്നോനാം അടിയനോടോതി തിരുചരിതമോതാൻ. അതിനേറ്റം അശക്തനാം അടിയന്റെ മനതാരിൽ ഭഗവാനു മൊളി കണ്ണാൽ ചെറുതായി നോക്കി. അതുമൂലം മമനാഥൻ ചരിതസാരങ്ങൾ മുത തിരുഭാഗവതമായി കഥിച്ചതിൻ്റെ 11 കാണ്ഡങ്ങളും ഭഗവത് പാദാരം ചേർപ്പാൻ പിരിയാതെ സഹായിച്ചു അതിഭക്തരെ. അതിയായി നിങ്ങൾ പാദം മനമേറ്റി മരുവും ഞാൻ 12-ാം കാണ്ഡവും ചൊല്ലാൻ മുതിർന്നിടുന്നേൻ. ആരണർക്ക് ഗൗതമശാപം. കലിദോഷഹേതുക്കളും യുഗാചാര്യക്രമങ്ങളും കലിഹന്താഭൂതനാഥൻ പറഞ്ഞ നേരം തിരുരൂപം പരബ്രഹ്മം ഭഗവാനിൽ ഭക്തി പൂണ്ട വിജയനാം ദ്വിജേന്ദ്രനും ചോദിച്ചു ചെമ്മേ. ഭഗവാനെ പരമേശ, പരിതാപം ഹനിപ്പോനെ, മനതാരിൽ കരുണയെ ചൊരിയൂ നാഥ. പരമേശൻ മുഖതാരിൽ ഭവിച്ചുള്ള ദ്വിജന്മാരിൽ കലികാലത്ത സ്വരത്വം വഹിപ്പാൻ ഹേതു. പരമേശൻ മുഖതാരിൽ ഭവിച്ചുള്ള ദ്വിജന്മാരിൽ കലികാലത്ത് അസുരത്വം വഹിപ്പാൻ ഹേതു കരുണയാൽ അടിയനിൽ കൃപ തൂകി അരുളണേ പരമേശ ഭഗവാനെ കരുണാസിന്ധോ. ഭഗവാനും വിജയനിൽ അകതാരം കഴിഞ്ഞുടൻ പരിചോടാ മഹീസുരർ കഥകൾ ചൊന്നാൻ. വിജയ, നിൻ മനതാരിൽ മമ ഭക്തി വരികയാൽ വിജയശ്രീകളെ മോദാലരുളിടുന്നേൻ. അതിഗുഹ്യം കഥ ഇത് മതി നിന്നിൽ രമിക്കയാൽ മതിമാനാം വിജയ നീ ശ്രവിച്ചുകൊള്ളൂ. പരമസ്വാത്വികന്മാരായി ദ്വിജന്മാരും കൃതയുഗേ പരമഭക്തി പൂണ്ടെല്ലാം നനച്ചു പോന്നാർ. മനതാരിൽ കൊതിയേശാതവർ ചെയ്യും പ്രവർത്തികൾ പരമേശൻ രസിച്ചേറ്റം അനുഗ്രഹിച്ചാൻ. കൊതിയില്ല ഫലേച്ഛകൾ അകതാരിൽ ലേശമില്ല പരമനിഷ്കാമാർക്കെന്നു മതി സുഖങ്ങൾ. പരമേശൻ ഭൂതനാഥൻ പരമാത്മനീ മനം ചേർക്കും പരമഭൂസുരന്മാരെ കനിഞ്ഞു നന്നായി. അതുകാലം അമരേന്ദ്രൻ മതിയിൽ ശങ്കിച്ചു പോന്നാൻ. ത്രയീകുശലർ ദ്വിജന്മാരെ ചതിച്ചുകൊള്ളുവാൻ. സുധർമ്മയിൽ വാണിയിടുന്നോൻ അധികമായി മനം നൊന്ത് മതിയിൽ കാംക്ഷയില്ലാത്ത ദ്വിജന്മാർ ഷഡർ. വരും കാലം ചരാചരാചാര്യൻ തൻ്റെ കടാക്ഷത്താൽ ദ്വിജന്മാരും ശിവസ്ഥാനമണഞ്ഞുമേവും. ഭുവിയിൽ യാഗകർമ്മങ്ങൾ അഖിലവും മുടങ്ങിടും അമരന്മാർ പുരിക്കാതെ കുഴങ്ങിമേവും. പരമാത്മനി മനം ചേർക്കും ദ്വിജരിൽ ശ്രീഭൂതനാഥൻ പരമമായി കടാക്ഷങ്ങൾ ചൊരിഞ്ഞു പോരും. അതുമൂലം യജ്ഞഫലം ഭുജിച്ചിടാതമരന്മാർ ഗതികെട്ട് വഴികളിൽ ഉഴന്നുമേവും. ഭുവിജാതർ നനയ്ക്കുന്ന യാഗഭോഗം ഭുജിച്ചിടാൻ കൊതിയേറിയിട്ടമരന്മാർ മിഴിച്ചുമേവും. അരികളാം ധനുജന്മാർ പരിഹാസം ചൊരിഞ്ഞിടാൻ ഇതുമൂലം ഗതി വന്നാൽ മരണതുല്യം.
അതിനാലെ മുടക്കേണം യാഗാദികൾ അഖിലവും കഠിനമാം വെയിലേറ്റി ഉഴറ്റിയിടേണം. പരിതാപം മഴഹീനം അകതാരിൽ വരുത്തേണം. ഉലകിൽ അനാവൃഷ്ടികൾ വരുത്തിയിടേണം. ജലമേറ്റം വലിയുമ്പോൾ മനമേറ്റം വലഞ്ഞിടും. ദ്വിജന്മാരും മഴയ്ക്കായി മനം പേറുമേ. മഴ പെയ്യാൻ മഹേന്ദ്രനെ നനച്ചു ഭൂസുരർ യാഗം ഭൂമിയിങ്കൽ ചെയ്യുമപ്പോൾ വരും സുഖങ്ങൾ. ഫലയേറ്റ് കരുതുമ്പോൾ യാഗഫലം ലഭിച്ചിടും. അമരന്മാർക്കിതിൽ പരം ഗതി വേണമോ? ഫലപ്രാപ്തി നനയ്ക്കാതെ മഹിയിൽ ചെയ്യുന്ന കർമ്മം പരമാത്മനി ലയിച്ചിടാൻ നിമിത്തമെന്ന ഫലശ്രുതിയരുളിയിടും വേദസാരങ്ങളെ ഓർത്തും പലതാവും വിചാരത്താൽ മതിയും കെട്ടോൻ. സുധർമ്മവാണിയിടും മഹാവികൃതിയാം മഹേന്ദ്രനും സുഖനിദ്രയകലയായി ഭവിച്ചു കഷ്ടം. ക്ഷിതിസുതന്മാരിൽ കാംക്ഷ വരുത്തിയിടാൻ സുരരാജൻ മഴയേകാതധികമാം വരൾച്ചയേകി. വിളകളും നശിച്ചുപോയി, പുഴകളും വരണ്ടുപോയി, മനുജരും മൃഗങ്ങളും മുരണ്ടുപോയി. മഴ വന്ന കാലം പോലും ഉലകിൽ ഓർക്കാതെയായി മരുഭൂമിയായി ഭൂമിതലങ്ങളെല്ലാം. ഭൂമിയിൽ മാനവർ ചിത്തമുരുകി രോദനം ചെയ്താർ. മുകളിലായിരക്കണ്ണൻ രസിച്ചുവാണാൻ. അതുകാലം മനുജന്മാർ മൃഗജാലത്തോടും കൂടെ ജലം തേടി പരദേശം തിരിച്ചുപോയാർ. ധരണീദേവന്മാർ നിജ തരുണിമാർ പശുക്കളും ശിശുക്കളും ചേർന്ന് ചെമ്മേ വനങ്ങൾ പോകെ. വനങ്ങളും ഘനമറ്റ് വൃണതമായവർ കണ്ടാർ. മനങ്ങളിൽ വിഷാദവും നിറച്ചുവാണാർ. ജലം തേടിയിട്ടാരണന്മാർ വനങ്ങളിൽ ഉഴലുമ്പോൾ പരമമാമൊരു തപോവനവും കണ്ടാർ. മഴ പെയ്യാതിരുന്നിട്ടും പരന്ന് നീളവേ പച്ചമരങ്ങളും പൊയ്കകളും അവിടെ കണ്ടാർ. നിലങ്ങളിൽ പച്ചപ്പട്ടു വിരിച്ച നെൽപ്പാടങ്ങളും ഫലമേറും മരങ്ങളും നിറഞ്ഞു കണ്ടാർ. നിറഞ്ഞ സൗരഭ്യമേറി വിരിഞ്ഞുള്ള സുമജാലം നിറഞ്ഞ മോദേന അവിടെ കണ്ടാർ. തരുച്ഛായകളിൽ പശുമൃഗരാജഗണങ്ങൾ തൻ ശിശുക്കളെ പാലിപ്പതും അവിടെ കണ്ടാർ. വൈരം വിട്ടോർ മൃഗരാജൻ പശുഗണത്തോടും ചേർന്ന് സ്വൈരം വാണ് രമിപ്പതും അവിടെ കണ്ടാർ. ഖഗങ്ങൾ ഗാനങ്ങൾ മീട്ടി മരശിഖരങ്ങൾ തോറും മനമേറി വസിപ്പതും അവിടെ കണ്ടാർ. കദളിവാഴകൾ ചൂതം പനസ പുന്നാകങ്ങളും തെളുതലെ വളരുന്നതവിടെ കണ്ടാർ. നിരന്നൽ തണലേകും പരന്നമാവുകൾ ചേർന്ന് നിറഞ്ഞ പൂവാടികളും അവിടെ കണ്ടാർ. തിരിഞ്ഞു നോക്കുന്ന ദിക്കിൽ പരന്ന് പന്തലിച്ചുള്ള അരയാൽ വ്യൂഹങ്ങളെയും അവിടെ കണ്ടാർ. തൃണം തിന്ന് പുളച്ചിടും മതിച്ച ഗോവത്സങ്ങളും ഇണകൂടി രമിച്ചിടും മൃഗീവാന്മാരും കൊണനങ്ങൾ ഉതിർത്തിയിടും കുയിൽ വ്യൂഹങ്ങളും കൂടി ധരണീപുത്രരിൽ മോദം വളർത്തി ചെമ്മേ. മരങ്ങളിൽ ചാടിക്കേളി തിമർക്കും മർക്കടന്മാർക്കും കുളങ്ങളിൽ വിരിഞ്ഞുള്ള താമരകളും അരുവിതോയത്തിൽ സ്നാനം നിനക്കും യോഗീന്ദ്രങ്ങൾ അരണികൾ കടഞ്ഞിടും മഹർഷിമാരും കൃതഗന്ധം വരത്തുന്ന നിറഞ്ഞ ഹോമധൂപവും ധരണീനന്ദനന്മാരിൽ കൗതുകമേറ്റി. ധരണിയിൽ അനാവൃഷ്ടി വരുത്തുന്നു മുരത്തങ്ങൾ കണികാന്മാനുമില്ലയത്തപ്പോവാഴികൾ അധികമാം ആശ്ചര്യങ്ങൾ അകതാരിൽ വളർന്നുള്ള ദ്വിജന്മാരുള്ളത്തിൽ കാംക്ഷ വളർന്നേരം അതിധന്യം മഹാമന്ത്രധ്വനി സ്തോത്രേന്ദ്രിയങ്ങൾ ദ്വിജന്മാരും ശ്രവിച്ചുതേ പരമഭാഗ്യം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.